നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് മഹാസമ്മേളനത്തിന് തുടക്കമായി. സേവനപാതയിൽ ജമാഅത്ത് പിന്നിടുന്നത് 40 വർഷം. പാലിയേറ്റീവ് കെയർ ദിനം ജില്ലയിലെങ്ങും പരിപാടികൾ നടന്നു. പുല്ലൂർ പെരിയയിൽ സ്നേഹസംഗമം നടന്നു. നെഹ്റു കോളേജ് മൈതാനം മതിൽ കെട്ടി അടച്ചു. പ്രതീകാത്മക കളിക്കളം ഒരുക്കി പ്രദേശവാസികൾ. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് കാഞ്ഞങ്ങാട്ട് ഹരിതസ്പർശം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. CPI ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. വാഴക്കോട് GLP സ്കൂൾ കെട്ടിട ഉദ്ഘാടനം നാടിന് ഉത്സവമായി. മടിയൻകുലം പാട്ടുത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും. ഭക്തിയുടെ നിറവിൽ തെയ്യം വരവ് നടന്നു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് മഹാസമ്മേളനത്തിന് തുടക്കം. കേരളത്തിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും പീഡനത്തിനിരയാകുന്നതായി അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ആദരസമർപ്പണം നടത്തി. കാഞ്ഞങ്ങാട് മുസ്ലിം സംയുക്ത ജമാഅത്തിന്റെ 40ാം വാർഷിക മഹാസമ്മേളനത്തിന് തുടക്കമായി. നിർധനർക്കായി കാരുണ്യവർഷം ചൊരിഞ്ഞും സേവന പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയും കാഞ്ഞങ്ങാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അതിന്റെ 40 വർഷം പൂർത്തിയാക്കുകയാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് മർഹൂം PA അബ്ദുള്ള മൗലവി കാസിയും പരേതനായ വടക്കൻ സുലൈമാൻ ഹാജിയും ചിത്താരി M അബ്ദുൾ മജീദ് ഹാജിയും ഭാരവാഹികളായി 33 അംഗ ജമാഅത്തുകളോടെയാണ് സംയുക്ത ജമാഅത്ത് പ്രവർത്തനം തുടങ്ങിയത്. നിലവിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗം ജമാഅത്തുകളും തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏതാനും ജമാഅത്തുകളും സംയുക്ത ജമാഅത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സൗജന്യ ഭൂമി വിതരണം, ശിഹാബ് തങ്ങൾ മംഗല്യനിധി വിതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. സമ്മേളനം സംയുക്ത കാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന്റെ ഈ വളർച്ചന്റെ നിദാനം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രസംഗങ്ങളില്ലാത്തതുകൊണ്ടല്ല, പ്രസംഗകരില്ലാത്തതുകൊണ്ടല്ല. നമുക്കറിയാലോ, ഇഷ്ടമാതിരി പ്രസംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇഷ്ടമാതിരി പ്രസംഗിക്കാൻ ഇവിടെ ഒരുപാട് പണ്ഡിതന്മാര് ദീനീ ദഅവത്തുമായിട്ട് ഇവിടെ മുന്നിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധമാവുന്ന ഈ ശരീരത്തിനെ മനസ്സിലാക്കാനുള്ള പല സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മൾ ഉദ്ദേശിച്ചത്ര ഫലം ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താ? അത് നമ്മൾ മനസ്സിലാക്കണം. MP അബ്ദുൾ സമദാനി മുഖ്യപ്രഭാഷണം നടത്തി. പാവപ്പെട്ട, നിരാലംബരായ, നിർധനരായ, അവശത അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ കണ്ണീരൊപ്പുക എന്നുള്ളൊരു ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ സംയുക്ത ജമാഅത്തിന് കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്നു എന്നറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കാനുള്ള കാരണം തന്നെ ഉദാരമതികളായ ആളുകളുടെ നിസ്സീമമായ സഹായ സഹകരണം കൊണ്ട് ഒന്നു മാത്രമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തള്ളാൻ വെമ്പൽ കൊള്ളുന്നവർ സ്വന്തം കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. P കരുണാകരൻ MP, E ചന്ദ്രശേഖരൻ MLA, പൈവേളികെ അബ്ദുൾ ഖാദർ മുസ്ലിയാർ, CT അഹമ്മദ് അലി, യഹ്യ തളങ്കര, TK പൂക്കോയ തങ്ങൾ, കല്ലട്ര മാഹിൻ ഹാജി, PA അബൂബക്കർ ഹാജി, മഹമ്മൂദ് അബ്ദുള്ള, C കുഞ്ഞാമത് പാലക്കി തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് സ്വാഗതവും ബഷീർ ആറങ്ങാടി നന്ദിയും പറഞ്ഞു. സാന്ത്വന പരിചരണത്തിന്റെ അനുഭവങ്ങൾ പങ്കിട്ടും വിവിധ മേഖലയിൽ സേവനമനുഷ്ഠിച്ചവരെ ആദരിച്ചും പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചു. പുല്ലൂർ പെരിയയിൽ കായക്കുളത്താണ് പരിപാടി നടന്നത്. പാലിയേറ്റീവ് കെയർ ദിനം പുല്ലൂർ പെരിയയിൽ സ്നേഹസംഗമമായി ആചരിച്ചു. കായക്കുളം ശ്രീവിഷ്ണു ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. സ്വാന്തന ചികിത്സയിലൂടെ ആശ്വാസം തേടുന്ന നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. 102 വയസ്സ് പിന്നിട്ട കേളോത്തെ കാരിച്ചിയമ്മയാണ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തത്. KAP 4ാമത് ബറ്റാലിയൻ കമാൻഡന്റ് യതീഷ് ചന്ദ്ര മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിമല കുഞ്ഞിക്കണ്ണൻ, ജനപ്രതിനിധികളായ TV കരിയൻ, M കല്യാണി, വിനോദ് കുമാർ പള്ളയിൽ വീട്, ഗീതാ നാരായണൻ, V നാരായണൻ മാസ്റ്റർ, ഭാർഗവി, MV നാരായണൻ, K കൊട്ടൻ, ഗീതാ നാരായണൻ എന്നിവർ സംസാരിച്ചു. മികച്ച സാന്ത്വന പരിചാരകനായി തെരഞ്ഞെടുത്ത ആയമ്പാറയിലെ സതീശനെ ചികിത്സിച്ച നാരായണനെ ആദരിച്ചു. പാലിയേറ്റീവ് കെയർ ഹെൽത്ത് നഴ്സ് വാസന്തി, വാഹനത്തിന്റെ ഡ്രൈവർ രാജൻ എന്നിവരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു.
നെഹ്റു കോളേജ് മൈതാനം മതിൽ കെട്ടിയടച്ചു. പ്രതീകാത്മക കളിക്കളം തീർത്ത് നാട്ടുകാർ പ്രതിഷേധം തീർത്തു. പ്രതിഷേധങ്ങൾക്കിടയിലും പടന്നക്കാട് നെഹ്റു കോളേജ് മൈതാനം മതിൽ കെട്ടിയടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രതീകാത്മകമായി കളിക്കളം തീർത്തു. മതിൽ നിർമ്മാണം നിർത്തിവെക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയിട്ടും നിർമ്മാണം തുടർന്നതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പ്രതിഷേധ സൂചകമായി നാട്ടുകാർ കോളേജിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ കളിക്കളം തീർത്തു. തുടർന്ന് പ്രതീകാത്മകമായി കളിക്കുകയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് ഒരു 1.5 മാസം 2 മാസക്കാലത്തോളമായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഈ പ്രദേശവാസികളായ കായിക താരങ്ങളോടും മറ്റ് ഈ സമൂഹത്തിലെ ഈ ജനങ്ങളോടും കാണിച്ചു വരുന്ന നിഷേധാത്മക നിലപാടിനെതിരെയാണ് നമ്മുടെ ഈ സമരം. ഈ സമരത്തെക്കുറിച്ച് അധ്യക്ഷനോട് സൂചിപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെ കോളേജിന് തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള കോളേജിൻ്റെ മൈതാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ പ്രദേശവാസികളായ കായിക താരങ്ങളും നാട്ടുകാരും ഉപയോഗിച്ചു വരുന്ന ഗ്രൗണ്ടാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളും കോളേജുകളും അവരുടെ മൈതാനം കളിക്കുന്നതിന് വേണ്ടി ആ പ്രദേശവാസികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. പക്ഷേ എന്തോ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റിലെ പ്രതിനിധികളിൽ ചില ആളുകൾ അവരുടെ ആ ധാർഷ്ട്യം പ്രകടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യം, ഈ കളിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. T. ചോയമ്പു അധ്യക്ഷനായി. കൗൺസിലർമാരായ സുലൈഖ, VV ശോഭ, അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ, വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. MM നാരായണൻ സ്വാഗതം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹരിതസ്പർശം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് സംഘടിപ്പിച്ച ഹരിതസ്പർശം ജില്ലാതല പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടി E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹം ആകെ നേരിടുന്നത്. ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളിലെത്തിക്കാൻ ഒരു വലിയ ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, എന്താണോ NSS വിഭാവനം ചെയ്യുന്നത്, എന്താണോ നിങ്ങളുടെ ആപ്തവാക്യം, അതിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ അതിനെ ഞങ്ങളിതാ സന്നദ്ധരായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയായിട്ട് വേണം ഈ കാലഘട്ടത്തിൽ ഹരിതസ്പർശം പദ്ധതി പോലുള്ള പദ്ധതികളെ കാണാനും. നിങ്ങൾ അത് വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ OV മോഹനൻ, NP പ്രേമരാജൻ, P. രതീഷ് കുമാർ, K. മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ബോധവൽക്കരണ റാലിയും നടന്നു. KSU ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കുമാറിനെ ആക്രമിച്ച സംഭവം യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ യോഗം നടത്തി. CPIM-ഉം DYFI-യും ഉന്മൂലന സിദ്ധാന്തം കൈവിടുന്നില്ലെന്നതിന്റെ തെളിവാണ് പ്രദീപ് കുമാറിന് നേരെ നടന്ന അക്രമമെന്ന് കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനി പറഞ്ഞു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും DYFI-യുടെയും SFI-യുടെയും എല്ലാം മനുഷ്യന്റെ ചുടുരക്തം മോന്തി കുടിക്കാൻ ആഗ്രഹിക്കുന്ന നരഭോജികൾ ഈ വടക്കൻ കേരളത്തിന്റെ ശാപമാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ മഹത്തായ സംസ്കാരമാണ് പള്ളികളും ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും അവിടെ നടക്കുന്ന ആഘോഷ പരിപാടികളും അതുപോലെ തന്നെ പാട്ടുത്സവങ്ങളും ഒക്കെ. കാഞ്ഞങ്ങാട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ സാജിദ് മൗവൽ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, K. വെളുത്തമ്പു, ഹക്കീം കുന്നിൽ, PK ചന്ദ്രശേഖരൻ, തച്ചങ്ങാട് ബാലകൃഷ്ണൻ, വിനോദ് കുമാർ പല്ലയിൽ വീട്, ശ്രീജിത്ത്, പ്രവീൺ തോയമ്മൽ, DV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI കാസർഗോഡ് ജില്ലാ സമ്മേളനം 18 മുതൽ 20 വരെ തീയതികളിൽ നീലേശ്വരത്ത് നടക്കും. കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. CPI കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. സാംസ്കാരിക സദസ്സ് VK സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിൽക്കുകയാണ്. എന്നാൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പാർട്ടി കോൺഗ്രസുകൾ
വിദേശ പ്രതിനിധികൾ പ്രസംഗിക്കാൻ വന്നാൽ അവരുടെ യാത്രാപ്പടിയും താമസ കൂലിയും 50-50 ആക്കി വീതം വെക്കാൻ ഉള്ള ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് പാർട്ടികളുടെയും പാർട്ടി കോൺഗ്രസുകൾ അടുപ്പിച്ചടുപ്പിച്ച് നേരത്തെ തന്നെ വെച്ച് വരുന്നത്. വത്സൻ പിലിക്കോട് അധ്യക്ഷനായി. ചടങ്ങിൽ രാധാകൃഷ്ണൻ പെരുമ്പള, രാജീവൻ കാഞ്ഞങ്ങാട്, CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവർ സംസാരിച്ചു. എ ദാമോദരൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അംഗവും പത്രപ്രവർത്തകനുമായ TK പ്രഭാകരന്റെ കാർട്ടൂണുകളുടെ പ്രദർശനം പ്രസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 17 മുതൽ 20 വരെ തീയതികളിൽ ആർട്ട് ഗാലറിയിൽ നടക്കുമെന്ന് പ്രസിഡന്റ് TK നാരായണൻ, സെക്രട്ടറി N ഗംഗാധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 വൈകിട്ട് 3 മണിക്ക് കാഞ്ഞങ്ങാട് സബ് കളക്ടർ K ജീവൻ ബാബു കാർട്ടൂണുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വർഷങ്ങളായി മനസ്സിൽ കരുതിയിരുന്ന ആഗ്രഹത്തിന്റെ സഫലീകരണം ഈ പ്രദർശനത്തിലൂടെ യാഥാർത്ഥ്യമാകുമെന്ന് TK പ്രഭാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമകാലിക സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കാർട്ടൂൺ പ്രദർശനമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മദ്യനയം, അതുപോലെ തന്നെ ചുംബന സമരം, പിന്നെ സദാചാര ഗുണ്ടായിസം പോലുള്ള പ്രശ്നങ്ങൾ, ഇതിനെ ആസ്പദമാക്കി ഒരു പ്രദർശനം നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വർഷങ്ങളായുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു സബലീകരണം എന്ന് വേണമെങ്കിൽ ഈ പ്രദർശനത്തെ പറയാം. പുതിയ മദ്യനയം, ചുംബന സമരം തുടങ്ങിയ ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാർട്ടൂണുകൾ വരച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ജില്ലാ ചെങ്കൽ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ പെരിയയിൽ നടന്നു. കാസർഗോഡ് ജില്ലാ ചെങ്കൽ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ അസംഘടിതരായിട്ടുള്ള ഓണേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവർപ്പോൾ സംഘടിക്കാനും തങ്ങളുടെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും എന്താണ് എന്ന് വിളിച്ചു പറയാനും ആണ് ഇങ്ങനൊരു സംഘടന രൂപീകരിക്കുന്നതും ആ സംഘടനയുടെ പ്രവർത്തനം വളരെ ചിട്ടയായി നടന്നു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം പ്രായോഗികമായിട്ടുള്ള ചുമതലകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ ഒരു ഉപജീവന മാർഗത്തിൽ ഇടപെടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കരിയൻ, ജില്ലാ സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റ് C ശംഭു അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P ശശി സ്വാഗതവും K അശോകൻ നന്ദിയും പറഞ്ഞു. ഫ്രണ്ട്സ് ചാലിങ്കാലിന്റെ ഏകദിന ഫ്ലഡ് ലൈറ്റ് വോളി ഫെസ്റ്റ് ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഫ്രണ്ട്സ് ചാലിങ്കാൽ ഒരുക്കുന്ന ഏകദിന ഫ്ലഡ് ലൈറ്റ് വോളി ഫെസ്റ്റ് 17 ചാലിങ്കാൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ദേശീയ അന്തർദേശീയ താരങ്ങൾ അണിനിരക്കുന്ന വോളി ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ഒരു കൂട്ടായ സംരംഭം എന്ന നിലയിൽ ഫ്രണ്ട്സ് ചാലിങ്കാലിൻ്റെ ബാനറിൽ ജനുവരി 17-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വോളിബോൾ മത്സരം, വോളി ഫെസ്റ്റ് 2015 കേരളത്തിലെയും അതുപോലെ തന്നെ വിവിധ സ്റ്റേറ്റുകളിലെയും പ്രഗത്ഭരായ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നതാണ്. 8ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഭാസ്കരൻ ചാലിങ്കാൽ, K പ്രഭാകരൻ, സുരേഷ് കാവുങ്കാൽ, CH മുഹമ്മദ് കുഞ്ഞി, ദിനേശൻ മടിയൻ, CK രവി എന്നിവർ പങ്കെടുത്തു. വാഴക്കോട് GLP സ്കൂൾ കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. P കരുണാകരൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപയും മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതമായി 1,35,000 രൂപയും ചെലവഴിച്ചാണ് വാഴക്കോട് GLP സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടോദ്ഘാടനം P കരുണാകരൻ MP നിർവഹിച്ചു. അതേപോലെ തന്നെ 2 സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ബസ് അനുവദിച്ചില്ല. വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്കൂളാണ് പഞ്ചായത്താണ് മടിക്കൈ. നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒട്ടേറെ ചെറുപ്പക്കാര് വളർന്നു വരുന്നു എന്നുള്ളത് നല്ല സന്തോഷകരമായ വാർത്തയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുജാത, യമുന രാഘവൻ, മടത്തനാട്ട് രാജൻ, P സത്യ,
KV സുഷമ, P നാരായണൻ, M സദാനന്ദൻ, മടിക്കൈ കമ്മാരൻ, M രാജൻ, ശങ്കരൻ വാഴക്കോട് എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് TV ശോഭന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡംഗം K ശോഭന സ്വാഗതവും PTA പ്രസിഡന്റ് KV വിനോദ് നന്ദിയും പറഞ്ഞു. നീലേശ്വരത്ത് നടക്കുന്ന CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഭാഷണം സംഘടിപ്പിച്ചു. മുല്ലക്കര രത്നാകരൻ MLA ആയിരുന്നു പ്രഭാഷകൻ. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിലാണ് പ്രഭാഷണ പരിപാടി നടന്നത്. കേരളത്തിന്റെ വികസനത്തിൽ CPIയുടെ പങ്ക് എന്നതായിരുന്നു വിഷയം. മുല്ലക്കര രത്നാകരൻ MLA ആയിരുന്നു പ്രഭാഷകൻ. ഒരു വാക്കിനകത്ത് ഒരുപാട് വാക്കുകൾ നിക്ഷേപിക്കാനുള്ള മിടുക്കാണ് ഒരാളെ വാക്കുകളുടെ അധിപനാക്കുന്നത്. അങ്ങനെ വാക്കുകളുടെ അധിപനാക്കിയ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹം അതുകൊണ്ടാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വത്തിന് വാഴുന്ന മാതൃകാ സ്ഥാനത്തിന്റെ പ്രത്യേകത അദ്ദേഹം എഴുതിയ കാലത്തും ഇന്നും സോദരത്വനെ ഇരിക്കാൻ ഇന്ത്യയിൽ ഇല്ലാത്തത് സ്ഥാനങ്ങളാണ്. അത് നീലേശ്വരത്തിലില്ല, കാഞ്ഞങ്ങാട്ടുമില്ല, പിന്നെ ഡൽഹിയിലുമില്ല, കാശ്മീരിലുമില്ല, എങ്ങുമില്ല. ക്ഷേത്രവും പള്ളിയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആഫീസുകളും ഒക്കെ ഇന്ത്യയിൽ പലയിടത്തുമുണ്ട്. പക്ഷെ എല്ലാവർക്കും കൂടെ ചേർന്നിരിക്കാൻ, ഒത്തിരിക്കാൻ, സാഹോദര്യത്തോടെ ഇരിക്കാൻ ഇന്ത്യയിൽ പവിത്രമായ സ്ഥാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ആ കാലത്തെ ഉത്തരത്തിന് ഈ കാലത്തും ഇല്ല എന്ന് പറയേണ്ടി വരും. അതുണ്ടാക്കുകയാണ് തന്റെ ജോലി എന്ന് 1888 കേരളത്തിലെ 20ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഒരു സ്ഥാനം ഞാൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അർത്ഥവത്തായ ഒരു സ്ഥാനമാണ്. ഇന്നും ഇന്ത്യയിൽ ഇല്ലാത്തത്. കേരള സംസ്ഥാന രൂപീകരണത്തിലും തുടർന്നുള്ള കാലങ്ങളിലും കേരളത്തിന്റെ വികസനത്തിൽ CPI വഹിച്ച പങ്ക് അതുല്യമാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഭൂപരിഷ്കരണം കൊണ്ടുവന്നത് CPI ആണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഭരണം കൈയാളിയ മന്ത്രിസഭയിലെ CPI മന്ത്രിമാർ നടപ്പിലാക്കിയ പല പദ്ധതികളും കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറാൻ കാരണമായി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങൾ തമസ്കരിക്കാനും വളച്ചൊടിക്കാനും വലിയ ശ്രമങ്ങൾ നടന്ന കാര്യവും മുല്ലക്കര ഊന്നി പറഞ്ഞു. A അമ്പുഞ്ഞി അധ്യക്ഷനായിരുന്നു. P വിജയകുമാർ, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KV കൃഷ്ണൻ, T കൃഷ്ണൻ, PA നായർ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, CP ബാബു, M അസ്നാർ, P ഭാർഗവി, A ദാമോദരൻ, M നാരായണൻ, M കുമാരൻ എന്നിവർ സംബന്ധിച്ചു. 22ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPI ജില്ലാ സമ്മേളനം 18, 19 തീയതികളിലാണ് നീലേശ്വരത്ത് നടക്കുന്നത്. മടിയൻകൂലം പാട്ടുത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തെയ്യം വരവ് നടന്നു. ഐതിഹ്യ സമ്പന്നമായ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ പാട്ടുത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും. വിവിധ ദേവസ്ഥാനങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും തെയ്യം വരവ് നടന്നു. ബുധനാഴ്ച മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടന്നു. വെള്ളിയാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം പെരട്ടൂർകൂലം, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ തെയ്യങ്ങൾ തിരിച്ചു പോകുന്നതോടെ പാട്ടുത്സവത്തിന് സമാപനമാകും. മടിയൻകൂലം പാട്ടുത്സവത്തിന്റെ ഭാഗമായി തളിരാമൃത് ഭക്തിഗാന CD പ്രകാശനം നടന്നു. മടിയൻകൂലം പാട്ടുത്സവത്തോടനുബന്ധിച്ച് ദേവനാമ്പരി ഓഡിയോസിന്റെ കീഴിൽ തളിരാമൃത് എന്ന ഭക്തിഗാന CD പുറത്തിറക്കി. ക്ഷേത്രം തന്ത്രി പാലമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിൽ നിന്നും മടിയൻകൂലം എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയൻ CD ഏറ്റുവാങ്ങി. സംഗീത ലോകത്ത് പ്രസിദ്ധരായ G വേണുഗോപാൽ, ബിജു നാരായണൻ, മൃദുലാഭാരൻ എന്നിവരോടൊപ്പം TV റിയാലിറ്റി ഷോയിൽ പ്രസിദ്ധരായവരും CD-യിൽ പാടിയിട്ടുണ്ട്. VP സന്ദീപ് വടകര സംഗീതവും ദാമോദരൻ മടിയൻ ഗാനരചനയും നിർവഹിക്കുന്നു. രാജേഷ് മേലാങ്കോട്ട് പ്രൊഡക്ഷൻ കൺട്രോളായും പ്രവർത്തിക്കുന്നു. ക്ഷേത്രം ട്രസ്റ്റി CV തമ്പാൻ ആദ്യവിൽപ്പന നിർവഹിച്ചു. നാരായണൻ ലുക്കോട്ട്, വിജയൻ മാട്ടുമ്മൽ, VP പാണത്തൂർ, ബാലൻ ചുള്ളിക്കര തുടങ്ങിയവരാണ് CD നിർമ്മാണം ഏറ്റെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് മഹാസമ്മേളനത്തിന് തുടക്കമായി. സേവനപാതയിൽ ജമാഅത്ത് പിന്നിടുന്നത് 40 വർഷം. പാലിയേറ്റീവ് കെയർ ദിനം ജില്ലയിലെങ്ങും പരിപാടികൾ നടന്നു. പുല്ലൂർ പെരിയയിൽ സ്നേഹസംഗമം നടന്നു. നെഹ്റു കോളേജ് മൈതാനം മതിൽ കെട്ടി അടച്ചു. പ്രതീകാത്മക കളിക്കളം ഒരുക്കി പ്രദേശവാസികൾ. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് കാഞ്ഞങ്ങാട്ട് ഹരിതസ്പർശം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. CPI ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. വാഴക്കോട് GLP സ്കൂൾ കെട്ടിട ഉദ്ഘാടനം നാടിന് ഉത്സവമായി. മടിയൻകൂലം പാട്ടുത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും. ഭക്തിയുടെ നിറവിൽ തെയ്യം വരവ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.